നഴ്സിംഗ് ഡയറക്ടറിനെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി കുട്ടികളും പേരൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് LBSന്റെ കാര്യത്തിൽ ഇത്രയും ഡിലേ വരുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും LBSന്റെ ഡേറ്റുകളെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് ആർക്കൊക്കെയാണ് അതിന്റെ കൂടുതൽ ഉപകാരം ലഭിക്കുക, അങ്ങനെയുള്ള ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വർഷം ഇത്രയും ഡിലേ വരാൻ സാധ്യത കുറെ കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീറ്റിന്റെ എക്സാംസ് ഒക്കെ ഡിലേ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമുക്കറിയാം നാഷണലൈസ്ഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കൗൺസിൽ ഇവിടെ രൂപീകൃതമായിട്ടുണ്ട്. കാരണം നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ലെവലിലായിരുന്നു അതിന്റെ ഹയർ അതോറിറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. നഴ്സിംഗിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി നിലവിലില്ലായിരുന്നു. ഇപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പുതിയൊരു അതോറിറ്റി രൂപീകൃതമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രകാരമാണ് ഇപ്പോൾ ഒരു ഡിലേ സംഭവിച്ചിരിക്കുന്നത്. കാരണം പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിരവധി ഏകദേശം 10-15 കോഴ്സുകളാണ് ഈ ഒരു കാറ്റഗറി വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളും പല രീതിയിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിലാണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസിന്റെ അകത്ത് 6 മാസം ഇന്റേൺഷിപ്പ് ആയിരുന്നു ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 3.5 വർഷം കോഴ്സും 6 മാസം ഇന്റേൺഷിപ്പ്, അങ്ങനെ 4 വർഷത്തെ കോഴ്സായിരുന്നു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും 3 വർഷം കോഴ്സ് പീരീഡും 1 ഇയർ ഇന്റേൺഷിപ്പ് പീരീഡുമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളിലും പല രീതിയിലായിരുന്നു ഈ കോഴ്സുകൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു യൂണിഫോം മോഡൽ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മിക്കവാറും വരുന്ന അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ തന്നെ 4 വർഷത്തെ കോഴ്സുകളാണ്. അതിൽ തന്നെ 3 വർഷത്തെ കോഴ്സ് പീരീഡും 1 വർഷത്തെ ഇന്റേൺഷിപ്പും ആയിട്ടാണ് നടത്തപ്പെടുന്നുണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 വർഷത്തെ കോഴ്സിന്റെ അകത്ത് 1 ഇയർ ഇന്റേൺഷിപ്പ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും അതിന്റെ മോഡിഫിക്കേഷൻസ് വരുന്നതാണ്. കാരണം കേരളത്തിലായിരുന്നു 6 മാസത്തെ ഇന്റേൺഷിപ്പ് മാത്രമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇത് കൂടാതെ തന്നെ ഏകദേശം 3ഓളം വരുന്ന കോഴ്സുകൾ 4 വർഷം എന്നുള്ളത് 5 വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കോഴ്സുകൾ ഫിസിയോതെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി. അപ്പോൾ ഈ 3 കോഴ്സുകളും 5 വർഷത്തെ കാലയളവിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 4 വർഷത്തെ കോഴ്സ് പീരീഡും 1 വർഷം ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ BSc ഒപ്റ്റോമെട്രിയിലൊന്നും വലിയൊരു ജോലി സാധ്യതകൾ മുന്നോട്ട് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ കൂടിയത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവിടെ ചേരാനുള്ള സാധ്യതകളും കുറവായിരിക്കും. കാരണം ആ ഒരു കോഴ്സിന് അതിന് ഡിമാൻഡുകൾ കാര്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ കഴിഞ്ഞ വർഷം തന്നെ ഫിസിയോതെറാപ്പിയിലും ഒക്യുപേഷൻ തെറാപ്പിയിലും 5 വർഷത്തെ കോഴ്സ് ആക്കണമെന്നുള്ള ഒരു ചർച്ചകൾ നടക്കുകയുണ്ടായിരുന്നു. നീറ്റ് ഇപ്രാവശ്യം ലിങ്ക് ചെയ്തെങ്കിലും ഈ വർഷം അത് നീറ്റിലേക്ക് ഉൾപ്പെടുത്തിയില്ല. അടുത്ത വർഷം നിർബന്ധമായിട്ടും അത് നീറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് മോഡിഫിക്കേഷൻ കൂടെ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ വരെ നമുക്കിവിടെ പാരാമെഡിക്കൽ കൗൺസിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം കുഹാസിന്റെ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ അതോറിറ്റി തന്നെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ നേരത്തെ തന്നെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എലിജിബിലിറ്റിയിലും അതുപോലെ ഇക്വലൻസിയും നൽകുന്നതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ് ഫീസ് മാത്രമാണ് ചാർജ് ആക്കുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഫീസിൽ തന്നെ ടോപ്പ് ലെവൽ ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം MLT പോലെയുള്ള കോഴ്സുകൾ പോലും 5 ലക്ഷം രൂപ പാക്കേജിൽ ഭക്ഷണ താമസം എല്ലാം ഉൾപ്പെടെ 5 ലക്ഷം രൂപയിൽ താഴെ പാക്കേജിൽ ടോപ്പ് ലെവൽ മെഡിക്കൽ കോളേജുകളിൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് താരതമ്യേന കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെ നിരവധി കുട്ടികൾക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം കേരളത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു വാല്യൂ ഇല്ലാതെയുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളായിരിക്കും ലഭിക്കുക. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ CMA അല്ലെങ്കിൽ BSSന്റെ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുടെ പേരിലൊക്കെ
നിരവധിയായിട്ടുള്ള പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യാതൊരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ ബിവോ കോഴ്സുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള കോഴ്സുകളായിക്കോട്ടെ, ഇതിനും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതും കൂടെ എല്ലാവരും മനസ്സിലാക്കുക. കേരളത്തിലാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ജോയിൻ ചെയ്യുന്ന പല കുട്ടികളുമുണ്ട്. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് വിടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടൊക്കെ ഒരു പക്ഷേങ്കിൽ നിരവധി പേരൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ ചേർത്തെന്നും വരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളോ എബ്രോഡ് പോകുന്നതോ അതുപോലെ ഗവൺമെന്റ് തലത്തിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് യാതൊരു അവസ്ഥയും ലഭിക്കുകയില്ല. കാരണം നിരവധി കുട്ടികളാണ് ഓരോ വർഷവും, നിരവധി കുട്ടികളും പേരൻസുമാണ് ഓരോ വർഷവും ഇങ്ങനെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിയുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കോഴ്സുകൾ കഴിവതും ജോയിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരു ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീസ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് നഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും വർഷം നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് പോവുക. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിലെ അഫിലിയേഷൻസ് വേണ്ടത്ര ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും. അപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BSc നഴ്സിംഗിൻ്റെ ആയിക്കോട്ടെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ മെയിനായിട്ട് ഓഗസ്റ്റ് മാസമായിരിക്കും നടക്കുക. ഇപ്പോൾ ഏകദേശം ഓഗസ്റ്റ് മാസം ഫസ്റ്റ് സെക്കൻഡ് വീക്കുകളിലായിട്ട് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷന് ബാക്കിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളുമായിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതുമായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മുന്നോട്ട് കാണാം. നന്ദി.